നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ജോർജിയക്ക് തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു വ്ളോഗാണത്. അപ്പോൾ ഒന്ന് ഷോപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പർപ്പിളിലാണ് വന്നിരിക്കുന്നത്. പർപ്പിളിന് കുറേ സാധനങ്ങൾ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സാധനങ്ങൾ ലൈക്ക് ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങാറില്ല. ഞാൻ ഓൺലൈനിൽ ലിപ്സ്റ്റിക്ക് വാങ്ങലേ ഭയങ്കര കുറവാണ്. കാരണം ഷെയ്ഡൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങണമെങ്കിൽ. അങ്ങനെ കുറേ വാങ്ങി കൂട്ടുന്ന ടൈപ്പ് ലിവർ സാധനങ്ങളൊക്കെ കുറച്ച് ജസ്റ്റ് വെക്കേഷൻ വരുമ്പോൾ മാത്രം ഒരു 1 ഇയറിലേക്ക് കുറച്ച് ബേസിക്സ് എല്ലാ സാധനങ്ങളും മാത്രമേ വാങ്ങാറുള്ളൂ. ഞാൻ കൂടുതൽ ലിവർ സാധനം നാട്ടിൽ നിന്ന് തന്നെ വാങ്ങാറ്. ജോർജിയ ലിവർ സാധനങ്ങൾക്ക് ക്ഷാമമൊന്നുമില്ല. പക്ഷേ ഞാൻ കൂടുതലും ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. പിന്നെ പണ്ടേ മുതൽ ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ഈ ഒരു ഇന്ത്യൻ പ്രൊഡക്ട്സിലാണ്. അങ്ങനെ അവിടെ നിന്നൊരു ലിപ്സ്റ്റിക്ക് കിട്ടി, പിന്നെ ഒരു ലിപ് ലൈനർ കിട്ടി, മസ്കാര കിട്ടി, ആൻഡ് ഒരു സിറം വാങ്ങി. സിറം വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്, കാരണം ഓൾറെഡി 2 സിറം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇനി വാങ്ങാൻ പറ്റില്ലല്ലോ, റിഗ്രറ്റ് അടിക്കേണ്ടതെന്ന് വിചാരിച്ച് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേർപ്പിളത്തെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഓൾറെഡി വാങ്ങിയതാണ് പ്രൊഡക്റ്റുകളൊക്കെ. പിന്നെ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാറേ ഇല്ല. പക്ഷേ ഒരു ദിവാലി സെലിബ്രേഷൻ മാത്രം ഞങ്ങൾക്ക് ഇയർലി വൺസ് യൂണിവേഴ്സിൽ ആകെയുള്ള ഒരു പ്രോഗ്രാം അതാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് ട്രഡീഷണലൊക്കെ ആയിട്ട് ഒരുങ്ങണം. ആ രീതിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഈ സെക്ഷനിൽ. അപ്പം ഞാൻ പോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് വന്നതാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. മാമ, മാമി, വല്യമ്മ, കുഞ്ഞുമ്മ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. സ്പെഷ്യലി കബാബും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ സ്പോട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് പോകുന്ന ടൈപ്പാണ്. കൂടുതലും മന്തി ആൻഡ് അൽഫാം ഈ വക സാധനങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്, കുറച്ച് വെറൈറ്റി ഫുഡ് ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ബട്ടർ നാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് കുറേ ഫ്ലേവറിലുള്ള കബാബ് ഉണ്ടായിരുന്നു. എൻ്റെ പേര് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല. ആൻഡ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് എല്ലാം വേറെ വേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ശരിക്കും വേറെ വേറെ ടേസ്റ്റും. ആൻഡ് ബട്ടർ നാനാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നല്ല സെറ്റ് ഫുഡായിരുന്നു. അതിന് ശേഷം പിന്നെ അഗെയിൻ നെക്സ്റ്റ് ഞങ്ങൾ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തു. വൈമാളിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ട്രിപ്രയർ വീട് അടുത്തായതുകൊണ്ട് തന്നെ കൂടുതലും സാധനങ്ങളൊക്കെ ഞങ്ങൾ വൈമാളിക്കൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഒക്കെ ഓൾറെഡി വാങ്ങി വെച്ചതാണ്. ഞാൻ വാങ്ങാൻ വന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലായിട്ട് വേണ്ട സാധനങ്ങളും പിന്നെ എനിക്കൊരു ജാക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. അത് കുറേ നോക്കി, ഞാൻ എവിടെയും കയറാൻ ബാക്കിയില്ല. ഇവിടെ എനിക്കൊരു ജാക്കറ്റ് കിട്ടിയില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും എന്താ പറയുക, ഈ സ്നാക്സൊക്കെ പോയ സാധനങ്ങൾ വാങ്ങാനാണ് വന്നത്. പിന്നെ ആകെ ഒരു പൊടി മാത്രം മിസ് ഔട്ടായി പോയൊരു പൊടി മാത്രം വാങ്ങിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് എന്തെങ്കിലും അവിടെ കൊണ്ടുപോകാനായിട്ട് വാങ്ങാൻ വേണ്ടി വന്നത്. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് മാത്രമാണ് ഈ ബ്രൗണി ഞാൻ എടുത്തത്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, ട്രൈ ചെയ്യണമെന്ന് തോന്നി. പിന്നെ എനിക്ക് ഈ കേക്ക് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം, ബിസ്ക്കറ്റ്സും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് 2-3 സാധനം. ഇത് ലാസ്റ്റ് ഷോപ്പിംഗ് ആയി ശരിക്കും പറഞ്ഞാൽ. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല, എല്ലാം വാങ്ങി കഴിഞ്ഞതാണ്. അങ്ങനെ ഇതൊക്കെ വാങ്ങി. പിന്നെ വിളിച്ചു ഉമ്മാനെ ചോദിച്ചിരുന്നു എന്തൊക്കെയാണ്. എനിക്കടുത്ത് റേറ്റും കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഉമ്മാനെ വിളിച്ച് ചോദിച്ചു ഇതൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് ഞാൻ വാങ്ങിയിരുന്നത്. ആൻഡ് ഞങ്ങളിങ്ങനെ ഓരോ കടകൾ പിന്നെ കയറി ഇറങ്ങിയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു കരിക്ക് കിട്ടി, ആ കരിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ എയർപോർട്ടിലേക്ക് ഇറങ്ങാനായിട്ട് 2 മണിക്കൂർ അങ്ങോട്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സാധനങ്ങളും ഇപ്പോഴും ടേബിളിൽ തന്നെ നിരത്തി വെച്ചേക്കാണ്. ആൻഡ് ഒന്നും നോക്കിയില്ല, എല്ലാം കൂടെ ഒരു കാർട്ടൂണിലേക്ക് എടുത്തിട്ടു. അതല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പാക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ കുറച്ച് ഡ്രസ്സസ് ഉണ്ടായിരുന്നു കൊണ്ടത്, അതൊക്കെ എടുത്തിട്ടു. ഈ ന്യൂഡിൽസ് മുകളിൽ കാണാൻ നോക്കേണ്ട, താഴത്ത് വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ന്യൂഡിൽസ് ലാസ്റ്റ് ആയപ്പോഴും എടുത്തതെന്ന് മാത്രം. അങ്ങനെ തട്ടിക്കൂട്ട് പാക്കിങ് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ നോർമൽ ടൈമിങ് തന്നെയാണ്. ആൻഡ് പിന്നെ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പാർക്കിങ്ങിലേക്ക് വാപ്പ കാറിട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഇറങ്ങി അവിടെ നിന്ന്. അങ്ങനെ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ബട്ട് എനിക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ വരാറുണ്ട് ഒരു 4 months 5 months കൂടുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു, എന്നാലും ഒരു ചെറിയ വിഷമമുണ്ട്. ഓക്കെ ശരിയാവുമായിരിക്കും. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി സീറ്റിലിരുന്നപ്പോഴാണ് ഒന്ന് റിലാക്സ്ഡ് ആയത്. ആൻഡ് പിന്നെ കുറച്ച് ആൾക്കാർക്ക് മെസ്സേജ് ചെയ്തു, ബായൊക്കെ പറഞ്ഞു. ആൻഡ് 5 hour ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലീപ്പിംഗ് കിറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. കാരണം മിഡ് നൈറ്റ് ഫ്ലൈറ്റുമാണ്, നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഡ്യൂറേഷനും കൂടുതലാണ്, കാരണം കമ്പാരേറ്റീവ്ലി ഡ്യൂറേഷൻ കൂടുതലാണ്. ദുബായ്ക്കും ഖത്തറിലൊക്കെ ഒന്നും ഇത്ര സമയം ഉണ്ടാവാറില്ല. 4 hour 20 minutes ഒക്കെ ഉണ്ടാവാറുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു 5 hour 20 minutes ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
അപ്രോക്സിമേറ്റ് ടൈം. ആൻഡ് ഈ സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് ഒന്ന് ഉറങ്ങാൻ പോയപ്പോഴേക്കും മീൽസ് എത്തി. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ അതിലേക്കാണ് ഫോക്കസ് പോയത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു ആൻഡ് വെള്ളം ഉണ്ടായിരുന്നു, ജസ്റ്റ് കഴിച്ചു ഫാസ്റ്റ്. ആൻഡ് ദെൻ ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചു. ആൻഡ് അത് ഉറക്കം വരോ പോകുമെന്ന് എനിക്കറിയില്ല ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തോ എനിക്ക് കുടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ കുടിച്ചത്. ആൻഡ് മീൽസ് പ്രീ ബുക്ക് ചെയ്തവർക്ക് മാത്രം കൊടുക്കണം. എനിക്ക് കോഫി ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ ലൈറ്റ് കോഫി ഇതെല്ലാവരും കിടന്നു. ആൻഡ് ഞാൻ ഈ ഇരുട്ടത്തിരുന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ അതിങ്ങനെ പാസഞ്ചേഴ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓക്വേർഡ് അടിച്ചപ്പോൾ ഞാൻ നേരെ ബ്ലാങ്കറ്റ് എടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ സുഖമായി കിടന്ന് ഉറങ്ങി. പിന്നെ ഇവരൊന്നും ഇനി കാണില്ല എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഞാൻ തന്നെത്താനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ആൻഡ് ഫൈനലി നമ്മൾ കുവൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര മോർണിംഗ് ടൈമാണ്. 5:55 അങ്ങോട്ടായിരുന്നു ടൈം. അപ്പോൾ നല്ല ഏർലി മോർണിംഗ് വൈബ്സ് ഉണ്ടായിരുന്നു. ആൻഡ് എണീറ്റിട്ട് ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഒരു ജേർണി ഫീലോ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ചെയ്തൊരു സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് എണീറ്റത്. ആൻഡ് കുവൈറ്റിൽ ലേ ഓവർ 4 മണിക്കൂറാണ് ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ലോഞ്ച് ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കാർഡ് ഇന്ത്യൻ കാർഡ് ആയതുകൊണ്ട് തന്നെ അത് അവർ അലൗ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ചെയ്ത ഫുഡൊന്നും എനിക്ക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഫ്ലൈറ്റിൻ്റെ ടൈം നോക്കി ഇരുന്നുകൊണ്ടാണോ എന്ന് അറിയില്ല, എങ്ങനെയൊക്കെ ഫ്ലൈറ്റ് ടൈമായി അവസാനം ഞങ്ങൾ ടിബ്ലിസിലേക്ക് തിരിച്ചു പോവുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ലാൻഡ് ചെയ്യണ പോലെ ജോർജിയയിൽ എത്തുമ്പോൾ ഒരു വേറെ തന്നെ ഒരു വൈബാണ്. ഭയങ്കര നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വൈബാണ് നമുക്ക് ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആൻഡ് ഫൈനലി ആഫ്റ്റർ ലോങ് ജേർണി ജോർജിയയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. ബൈ.